റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാണേ നീ കൊടുത്തത്? അതും എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോ ലൈവില് ഞാൻ ചൂണ്ടപ്പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരും ഒരാൾ പറഞ്ഞു, എന്താ പറയാ, എന്തോ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നോ, എന്തെല്ലാം മോഹങ്ങളായിരുന്നു, എല്ലാം പൊളിഞ്ഞു പോയല്ലോ, അവരെല്ലാം വെളിയിലിട്ടല്ലോ, എന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ മൊത്തത്തിൽ എടുത്ത് വെളിയിലിട്ടെന്നെ നാട്ടിച്ചല്ലോ, അയ്യോ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പാട്ട് കേട്ട് ആരും ഓടിപ്പോകരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ മറ്റേ സ്ഥാനമില്ലേ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേണുസുതി തന്നെയാണ് ഇന്നത്തെയും ചർച്ചാ വിഷയം. മാന്യദേവതയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഈ പറയുന്ന മാന്യദേവത ഒരു ലൈവ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു മക്കളെ. ആ ലൈവിൽ തെറിവിളി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തക്കാര് എന്താ പറയാ, അവർ വരെ പറഞ്ഞു, എടി നീ എന്താടി കാണിക്കുന്നത്, എന്നിട്ട് പോലും രേണു പതറാതെ പിടിച്ചു നിൽക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്റെ പൊന്നു പ്രേക്ഷകരെ. എന്തായാലും ഈ പറയുന്ന രേണുസുതി കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കണ്ട്. സത്യമായിട്ടും ഒരു വീഡിയോ കണ്ടാലും പ്രതികരിക്കാത്ത ഒരാള് രേണു തന്നെയാണ്. എനിക്ക് ചില സമയത്ത് തോന്നിപ്പോയി രേണു അന്യൻ വല്ലമാണോ എന്ന്. ഒരു സമയത്ത് എന്താ പറയുക, എല്ലാത്തിനും കയറി പ്രതികരിക്കുമെന്ന് പറയുന്നു, ഒരു സമയത്ത് പറയുന്നു ഞാൻ പ്രതികരിക്കത്തില്ല എന്ന്. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ? അത് നന്ന് അറിയാനാ. ബാക്കി എലിപ്പട്ടിയൊക്കെ ഉണ്ട്. എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്. ഇത് ഭയങ്കര ബാഡായിപ്പോയി. സോ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഭയങ്കര ബാഡായിപ്പോയി. കാരണം ഇവരുടെ ഫോട്ടോ വെച്ച് ഒരു പിക്ചർ വരച്ചതിനാണ് ഇവർ പറയുന്നത്. അതിലെന്തോ മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാഡായിപ്പോയി, മോശമായിപ്പോയി. ഇവരെ നേരിട്ട് കാണുന്നവർക്ക് ഇവരെക്കുറിച്ച് ഒന്നും മോശം പറയാനില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവരെ കാണുന്ന പലർക്കും ഇവർ മോശം തന്നെയാണ് കാണിക്കുന്നതെന്നാണ് പറയാനുള്ളത്. ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് നിരവധി ആൾക്കാർ കമന്റ് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്നത് മോശം തന്നെയാണെന്നാണ്. പക്ഷേ ഇവിടെ കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ പൊന്ന രേഷ്മ പി തങ്കച്ചൻ. സത്യം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും എന്ന് ഓർപ്പിക്കുന്നു. ഈ അടുത്ത ഒരു ഡയലോഗാണ് നിങ്ങൾ കാണേണ്ടിയ മക്കളെ, അത് കണ്ടുനോക്കി. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ, അത് ഫുള്ള് ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാണേ നീ കൊടുത്തത്? അതും എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും എന്നിട്ട് നിന്റെ ആ സന്തോഷം, നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ഇതുവരെ ആയിട്ടും ബോധ്യം വന്നിട്ടില്ല അല്ലേ? നിന്റെ വീഡിയോ വൈറലായി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നീ ഇപ്പോഴും നിൽക്കുന്നത്. അത് നീ കാണിച്ചത് മോശമാണെന്നോ നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിനക്ക് തോന്നലില്ല അല്ലേ? കഷ്ടം. ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണുസുതി കമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ, ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും ബാക്കി നീ കടിച്ച് കാണിക്കും. ഇനി താമസിക്കാതെ നീ ഇപ്പൊ ചുണ്ട് മാത്രം നീ കടിച്ചു കാണിച്ച നീ ബാക്കി ഇനി ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ കടിക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വന്നതോടുകൂടി തന്നെ നീ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്, അത് സത്യമാണ്. ഇല്ല എങ്കിൽ നീ ഇനി മറ്റു പലതും കടിച്ചുകൊണ്ട് വീഡിയോ ഇട്ടേനെ. അത് പക്ഷെങ്കിൽ ഈ ഒരു വീഡിയോ വന്നതോടുകൂടി തന്നെ നിനക്ക് മനസ്സിലായി ഞാൻ എന്ത് പോക്കരത്തരം കാണിച്ചാൽ അത് പുറത്തു വരും, അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ടതെന്ന്. ഓക്കെ, എന്തായാലും ഇവിടെ ബാക്കിയൊന്നും കടിച്ചില്ലല്ലോ എന്നാണ് ഇവള് പറയുന്നത്. രേണുസുതി ചുണ്ട് കടിച്ചപ്പോൾ അത് വൈറലായി.
കടിക്കട്ടേടാന്ന് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലട കുട്ടാന്നല്ലാതെ എന്താണ് കുട്ടാ പറയുക. എനിവേ എന്നെ ഏറെ കയറ്റിയതിനും എന്നെ വീണ്ടും പേരെ കയറ്റിയതിനും ഒരുപാട് താങ്ക്സ്. അപ്പൊ കടിക്കല്ലേടാ കടിച്ചോട്ടേടാ കുട്ട എന്ന് ചോദിക്കുമ്പോ കടിക്കല്ലേടാ കുട്ട എന്നാണോ നിങ്ങൾ പറഞ്ഞത്? മുറിഞ്ഞിരിക്കുവാടാ കുട്ട എന്നാ പറഞ്ഞത്. എടാ കടിക്കല്ലേടാ കുട്ട, മുറിഞ്ഞിരിക്കുവാടാ കുട്ട എന്നാ പറഞ്ഞത് കേട്ടോ. പറഞ്ഞങ്ങ് മെഴുകുമ്പോഴേ എല്ലാം കൂടെ ഒന്ന് ഓർക്കണം. കള്ളം പറഞ്ഞ് എത്ര രക്ഷപ്പെടാൻ നോക്കിയാലും നടക്കില്ല എൻ്റെ പൊന്നമ്മച്ചി, നടക്കില്ല. നിങ്ങൾ മാന്യതയുടെ മുഖംമൂടി എത്ര അണിയാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. അതങ്ങനെയാണ്. സത്യം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം പിന്നെ മാന്യതയ്ക്ക് എത്ര മുഖംമൂടി നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അണിഞ്ഞെന്ന് പറഞ്ഞാലും നോ രക്ഷ. ഓക്കെ, ഇനി ഇവരുടെ ലൈവിലേക്ക് നമുക്ക് കിടക്കാം. അതുപോലെ നിക്കറും ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വട കാണിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മറ്റ് സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഞാനല്ല, അത് വേറെവനാ, അത് ആണെന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി തൊപ്പി വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ലൈവിലേക്ക് പോകാം. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഞങ്ങൾക്ക് വിശേഷമൊന്നുമില്ല, ചേച്ചി പറഞ്ഞാൽ ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് ചേച്ചിയുടെ വിശേഷങ്ങൾ പോരട്ടെ. വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ, ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല, എൻ്റെ ചുണ്ട് പൊട്ടിയിരുന്നു, നിങ്ങൾ ഉണ്ടായിരുന്നല്ലേ. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? ഇവരുടെ കസിൻസ് ഒക്കെ ഇത് കണ്ടിട്ട് എടി രേണു നീ എന്താടി കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു എന്നാണ് ഇവള് പറയുന്നത്. ഞാൻ എന്ത് കാണിച്ചു? ഞാൻ ചുണ്ട് പൊട്ടിയിരുന്നത് കാണിച്ചതല്ലേ ഉള്ളൂ. മറ്റുള്ളവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് അത്രയൊക്കെ ഞാൻ കാണിച്ചോ എന്നാണ് ഇവള് ചോദിക്കുന്നത്. എന്ത് സംസ്കാരമാണ് ഇവൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവള് അതിൻ്റെ അകത്ത് കാണിച്ചത് ഓരോന്ന് കാണുമ്പോൾ കണ്ട പ്രേക്ഷകരല്ലേ ഇവളെ തെറി വിളിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ പിന്നെ കസിൻസും ഒക്കെ കണ്ടിട്ട് അവർ വരെ വഴക്ക് പറഞ്ഞു. അന്നേരം അവരോട് പറയുകയാണ് ഞാൻ എന്താ കാണിച്ചു, ഞാൻ ചുട്ട് പൊട്ടിയത് മാത്രമല്ലേ കാണിച്ചുള്ളൂ എന്ന്. അപ്പൊ ഈ കാണുന്നവരൊക്കെ കണ്ണുപൊട്ടന്മാരാണോ? എന്നിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് കാച്ചുക. ഇത് വേറെ ആൾക്കാരൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അത്രയൊന്നും കാണിച്ചില്ലെന്ന്. ഇനി നീ അവർ കാണിക്കുന്നതിന്റെ അത്രയും കാണിച്ചിട്ട് നീ പറയണം അതിനെക്കാട്ടിലും വലിയ ആൾക്കാർ എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന്. അയ്യയ്യേ, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു എന്താ പറയാ എന്തുവാ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്കെന്ത് കുഴപ്പം? കടിക്കട്ടേടാന്ന് ചോദിച്ചപ്പോൾ കടിക്കല്ലേടാ കുട്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ്. അങ്ങനെയാണോ ഈ പുള്ളിക്കാരി പറഞ്ഞത്? ചേച്ചി കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടാ ചുണ്ട് മുറിഞ്ഞിരിക്കുകയാടാ കുട്ട, കടിക്കല്ലേടാ എന്നാ പറഞ്ഞേ കേട്ടോ. പോടുന്നു ചുമ്മാ കള്ളം പറയാതെ. ബാക്കി എന്നൊരു പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് ശരിയാകട്ടെ. ഇവരെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. കുറെ എണ്ണം നമ്മൾ കണ്ടാന്നല്ലോ, ഒരു കുറച്ച് പിന്നെ എന്താ അഭിലാഷ്, അവന്, പിന്നെ ശാരിക, പിന്നെ ഇവിടെ സെയിം ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിയ, പിന്നെ കുറെ എണ്ണം കൂടെ ഉണ്ട്, ജാസി. ഇവരൊക്കെ ഇവരെ സ്നേഹിക്കുന്നവരാണ്, ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള പോക്കർത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് ശാരിക കഴിഞ്ഞൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, മോളെ നീ ഇതുപോലെ തന്നെ തുടരണ്ടിരിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയാ. ഓക്കെ, ബാക്കി എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇവനെന്താ പറഞ്ഞ ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ അച്ചാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? ഇത് ലൈവില് ഒരാള് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടതാണ്. പക്ഷെ ഈ പുള്ളിക്കാരിക്ക് തിരിച്ചത് എന്താണ്? ഈ പുള്ളിക്കാരിയെ വഴക്ക് പറയുന്നതായിട്ടാണ്. അപ്പോഴത്തേന് നീ ഒന്നും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു. തിരിച്ച് അവൻ ഇതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തപ്പോൾ പിന്നെ നീയൊന്നും എടാ പോടാന്നൊന്നും വിളിച്ചതൊന്നും വിഷയമില്ല. എന്നെ നീ നല്ലത് പറഞ്ഞതുകൊണ്ട് ഓക്കെ, ഞാൻ നല്ല ഇതുപോലെ ക്ഷമിച്ചിരിക്കുന്നു എന്ന രീതിയിലും പറയുകയാണ്. അല്ലാതെ വിളിച്ചാൽ നീ കോപ്പെന്നൊക്കെ വിളിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ കോപ്പെന്ന് മറ്റുള്ളവരെ വിളിച്ചാൽ അവൾക്ക് സന്തോഷമാണ്.
ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പോക്കോ കേട്ടാ. ഓ അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞതല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കുന്നു. എന്നെ പറഞ്ഞ എൻ്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. ഹായ് ഡിയർ, ഹായ്. ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാമല്ലോ. അല്ലാതെ ഇപ്പം ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എന്ത് ഈ സ്ക്രീൻഷോട്ട് അല്ല, സ്ക്രീൻ റെക്കോർഡ്. പിന്നെ കണ്ട് ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ ആസ്വദിക്കാൻ എന്തെങ്കിലും വേണ്ട? ഞങ്ങൾക്ക് തോന്നണ്ടേ? ഞങ്ങൾക്ക് ഛർദിലാണ് വന്നത്, ആസ്വദിക്കാൻ തോന്നിയിട്ടില്ല. വീഡിയോ കണ്ട് ആർക്കും അത് ആസ്വദിക്കാനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് ആസ്വദിച്ചു എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ആസ്വദിക്കൽ. ഞങ്ങൾക്കൊക്കെ ഛർദിലാണ് വന്നത്. ഓക്കെ, ഇനിയില്ല അത് മനസ്സിലാക്കുക. നോട്ട് ആസ്വദിക്കൽ. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെക്കൗട്ട് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന്. എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, കേട്ടോ നിങ്ങള്? അതായത് ഇനി ഈ ലൈവ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് മലര, ഇതാണ് പുള്ളിക്കാരി പറയുന്നത്. തെറി വിളിക്കാത്ത, വായിൽ നിന്നും നല്ല വാക്കുകൾ മാത്രം പറയുന്ന ഈ പറയുന്ന രേണു മലര് മാത്രമേ വായി വരത്തുള്ളൂ. മലര് മാത്രം വായി വരുന്ന നല്ലൊരു വിധവയാണ്. ഈ ലോകത്തിൽ ഇത് ഇവരെ പോലെ ഒരു വിധവ വേറെ കാണത്തില്ല. ഭർത്താവ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേന് സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവരുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവരെ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങുന്ന വിധവ ഇവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അയ്യോ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്ന എൻ്റെ പൊന്നു പ്രേക്ഷകരെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമൻറ്റ് കാര്യത്തിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും